ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഡ്രൈവിംഗ് സംബന്ധിച്ച് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും അതുപോലെ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത ഒരുപാട് ബിഗിനേഴ്സിന് വളരെ പ്രയോജനം ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയാനായിട്ട് കഴിയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് അറിയുന്നതിൽ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന, നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്നത്. അതായത് ഒരുപാട് പേർക്കൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എങ്ങനെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഒരു വണ്ടി എടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയുണ്ട്. എന്നാൽ പലരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഈ ഒരു പ്രശ്നം ഏറ്റവും അധികം ഉണ്ട്. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് അത് നല്ല രീതിയിലുണ്ട്. അതായത് ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതെ ആദ്യം തന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പലർക്കും അറിയത്തില്ല. വണ്ടി നിരന്തരം ഓഫായി പോകും. നിങ്ങൾ ആ ഒരു പ്രശ്നം ഡ്രൈവിങ്ങിൽ ഒഴിവാക്കണം. കാരണം നമ്മളൊരു വാഹനം മുന്നോട്ട് എടുക്കാൻ തീരുമാനിച്ചാൽ നിശ്ചിത സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ പുറകിൽ മറ്റു വാഹനങ്ങളുണ്ടെങ്കിൽ നമ്മൾ മുഖാന്തരം അവിടെ ഒരു ട്രാഫിക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുതന്നെയല്ല, ഇത് ഡ്രൈവിങ്ങിൽ നമ്മൾ കൃത്യമായിട്ടും ബാലൻസ് ആക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനത്തെ നമ്മളുടെ ഇഷ്ടാനുസരണം വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫ് ആകാതെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കറക്റ്റായിട്ട് കാല് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കാല് പ്രാക്ടീസ് എടുക്കേണ്ട കാര്യമാണ് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ നിങ്ങളെ നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലും അതുപോലെ തന്നെ മുന്നിലായിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയ ഗട്ടറുണ്ട് അവിടെയും അതുപോലെ കയറ്റത്തും കാണിച്ചു തരാം. കാരണം നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും സ്മൂത്ത് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമല്ലല്ലോ നമുക്ക് വണ്ടി എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നത്. ഈ 3 സിറ്റുവേഷനിലും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് കാണിച്ചു തരുന്നത്. കാല് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ കാലെടുത്ത് ഞാൻ ബ്രേക്കിലേക്ക് എടുത്ത് വെച്ചു. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ ഞാൻ വലത്തെ കാല് ഫ്രീ ആക്കിയിട്ടാണ് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇടത്തെ കാല് നിങ്ങൾ നോക്കുക. ഞാൻ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഇടത്തെ കാല് ഇവിടെ വെക്കുന്നു. ക്ലച്ച് ഞാൻ ചവിട്ടി താഴ്ത്തുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ കാലിൻ്റെ എൻഡ് ഫ്ലോറിലേക്ക് വെച്ചു. ഓക്കെ, നിങ്ങളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ശേഷം ഞാൻ വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു. വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഫസ്റ്റ് ഗിയർ വീണോ എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് മേളിലേക്ക് ഇട്ടു, ഫസ്റ്റ് ഗിയർ വീണു. ചിലപ്പോൾ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ തേർഡ് ഗിയറിലേക്ക് വീഴാം. ഫസ്റ്റിനോട് ചേർന്നാണ് തേർഡ് കിടക്കുന്നത്. അപ്പം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിരന്തരം ഓഫായി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം തേർഡിൽ ഇട്ട് നമുക്ക് നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ, പ്രത്യേകിച്ച് ഒരു കയറ്റത്തോ ഗട്ടറിലോ ഒന്നും വണ്ടി മുന്നോട്ട് മൂവ് ആകത്തില്ല. അപ്പം ഗിയർ തെറ്റാതിരിക്കാനായിട്ട് നോക്കണം. അതിന് ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കുക ഗിയർ ലിവർ. എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ചേർത്ത് പിടിക്കുക പരമാവധി. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ തെറ്റാതെ ഇടാനായിട്ട് കഴിയും. ഇതാണ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക. അതായത് ഇവിടെ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കണം. അത് നിർബന്ധമായിട്ട് ഓർക്കുക. എന്നിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ആക്സിലറേഷൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കാല് മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്കത് ഒരു ഐഡിയ കിട്ടാനാണ്. പ്രാക്ടീസ് എടുക്കുമ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഞാൻ ഈ കാല് ഇവിടെ ഈ ബ്രേക്കിന് മേളിലേക്ക് വെറുതെ വെക്കുന്നു, ചവിട്ടുന്നില്ല. പ്രാക്ടീസ് എടുക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. വെറുതെ ചുമ്മാ വെച്ചേക്കാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എൻ്റെ ഇടത്തെ കാലിൻ്റെ എൻഡ് ഞാൻ ഇവിടെ ഫ്ലോറിൽ ചവിട്ടി വെച്ചേക്കുന്നതിനെ ഫ്രീ ആക്കി പിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇടത്തെ കാല് വളരെ ശ്രദ്ധിച്ച് പതിയെ ക്ലച്ചെന്ന് ഞാൻ ഇങ്ങനെ കാലയക്കുകയാണ്. പതിയെ ക്ലച്ചെന്ന് കാലയച്ചപ്പോൾ വാഹനത്തിന് നമ്മൾ ഫുൾ ക്ലച്ച് ചവിടുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. എന്നിട്ട് ഞാൻ ക്ലച്ചിൽ നിന്ന് പതിയെ കാര്യം ഇങ്ങോട്ട് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടി അനങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് വന്നു. അനങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, വാഹനത്തിന് സൗണ്ടിന് വേരിയേഷൻ വരും. വാഹനം ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ പോയിന്റ് വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇടത്തെ കാല ആ പോയിന്റിൽ ബാലൻസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ഇപ്പം നിങ്ങൾ ഇടത്തെ കാല ആ പോയിന്റിൽ ബാലൻസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഈ പോയിന്റിൽ നിങ്ങളുടെ വണ്ടിയെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഹാഫ് ക്ലച്ചിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ കാലിൻ്റെ എൻഡ് കണ്ടോ,
കാലിൻ്റെ എൻഡ് ഫ്ലോറിലേക്ക് വെക്കുക. ഇപ്പം ഞാൻ ആ പോയിന്റും ബാലൻസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കാലിൻ്റെ എൻഡ് ഫ്ലോറിലും വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രോപ്പറായിട്ട് അത് ബാലൻസ് ചെയ്ത് പിടിച്ചു വെച്ചേക്കാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് ക്ലച്ചിനെ കൺട്രോൾ ചെയ്ത് വണ്ടി വീണ്ടും നീക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇടത്തെ കാല് നിങ്ങൾ ജസ്റ്റ് ഫ്രീ ആക്കുക വീണ്ടും. എന്നിട്ട് ഈ പോയിന്റ് ബാലൻസ് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം? ഇടത്തെ കാല് ഫ്രീ ആക്കിക്കൊണ്ട് ഈ പോയിന്റിൽ നിന്ന് പതിയെ പതിയെ പതിയെ, അതായത് ഈ വിറയൽ പോയിന്റിൽ നിന്ന് പതിയെ പതിയെ കാലയക്കുക. കാലയക്കുമ്പോൾ വണ്ടി അനങ്ങി തുടങ്ങുന്ന പോയിന്റ് ഉണ്ട്, മനസ്സിലായോ? ഈ അനങ്ങി തുടങ്ങുന്ന പോയിന്റ് നിങ്ങൾ അങ്ങനെ തന്നെ ബാലൻസ് ചെയ്യണം. ഇപ്പം ഞാൻ അനങ്ങി തുടങ്ങുന്ന പോയിന്റ് അങ്ങനെ തന്നെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. അനങ്ങി തുടങ്ങുന്ന പോയിന്റ് അങ്ങനെ തന്നെ ബാലൻസ് ചെയ്ത് പിടിച്ച് വന്നപ്പോൾ ഇതുകൊണ്ട് വണ്ടി ഇപ്പം മൂവായി. ഇനി വീണ്ടും ഞാൻ വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് അങ്ങ് ചവിട്ടുന്നു, ബ്രേക്കിലേക്ക് മാറ്റുന്നു. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ അനങ്ങി തുടങ്ങുന്ന ആ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിക്കണമെന്ന് പറഞ്ഞത്? അനങ്ങി തുടങ്ങുന്ന ആ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ് വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പോയിന്റിൽ നിന്ന് കാല് പെട്ടെന്ന് എടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യും? വണ്ടിയുടെ ആ റണ്ണിങ് നിലനിന്ന് അങ്ങനെ പൊക്കോളും, വണ്ടി ഓഫ് ആകത്തില്ല. അതുകൊണ്ടാണ് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ അങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഇങ്ങനെ ചെയ്യുക. ഇപ്പം നിങ്ങൾ വീണ്ടും നോക്കുക, ഞാൻ ബ്രേക്കിൽ നിന്ന് ഒന്ന് കാലെടുക്കുന്നു, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? ഹാഫ് ക്ലച്ചിൻ്റെ ആ പ്രോപ്പർ പോയിന്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. ഇടത്തേക്കാല് ഫ്രീ ആക്കിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ആ പോയിന്റിൽ നിന്ന് ശ്രദ്ധിച്ച് പതിയെ ഒന്ന് അയച്ചപ്പോൾ വണ്ടി അനങ്ങാൻ തുടങ്ങുന്ന പോയിന്റ് വന്നു. പതിയെ അനങ്ങി തുടങ്ങുന്ന പോയിന്റ് വന്നു. ആ പോയിന്റ് അങ്ങനെ ബാലൻസ് ചെയ്തപ്പോൾ ഇതുണ്ടോ, വണ്ടി പതിയെ പതിയെ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നീങ്ങുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ഇവിടെ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്തി. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്, ക്ലച്ചിൽ വണ്ടി നീങ്ങുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത്. എന്നാൽ നമ്മുടെ ഒരു വാഹനം ഒരു ഗട്ടറിലോ ഒരു കയറ്റത്തിലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വണ്ടിയെ നീക്കാൻ കഴിയത്തില്ല. ഇപ്പം എൻ്റെ വണ്ടി ചെറിയൊരു കയറ്റത്തിലും വണ്ടിയുടെ ഫ്രണ്ട് ഗട്ടറിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാൻ അയച്ച വണ്ടിയുണ്ടോ, ബാക്കിലേക്ക് പോകും. അപ്പോൾ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ അയക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ബ്രേക്ക് ഇവിടെ ചവിട്ടി പിടിക്കുന്നു. എന്നിട്ട് അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇടത്തെ കാല് ഞാൻ വീണ്ടും ഫ്രീ ആക്കുന്നു. നിങ്ങൾ നോക്കുക, കയറ്റം അല്ലെങ്കിൽ ഗട്ടർ വരുന്ന സമയത്ത് ഇടത്തെ കാല് ഞാൻ ജസ്റ്റ് ഫ്രീ ആക്കുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 ഇങ്ങോട്ട് കാലയച്ചു വരുന്നു. കാലയച്ചു വരുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലെ ആ വിറയൽ വരുന്ന പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ബ്രേക്കിൽ നിന്ന് നമ്മൾ പതിയെ ഒന്ന് അയച്ചു പിടിക്കുക. അപ്പോൾ വണ്ടി നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. എന്നിട്ട് എന്ത് ചെയ്യണം? വണ്ടി നീങ്ങുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ പതിയെ പതിയെ ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ടുണ്ട്. വണ്ടി അനങ്ങുന്ന പോയിന്റ് നമ്മളിവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി ഇപ്പോൾ പതിയെ അനങ്ങുന്ന പോയിന്റ് വന്നു. എന്നിട്ട് ഗട്ടർ ആയതുകൊണ്ട് വണ്ടി നീങ്ങത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പവർ, ആക്സിലറേഷൻ വേണം. അപ്പോൾ അനങ്ങുന്ന പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കുറച്ച് കൂടുതൽ കൊടുക്കും. അതായത് ഗട്ടറിൻ്റെ അളവനുസരിച്ച് ഇച്ചിരി കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുക. കൂടുതൽ ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു. എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ ഒരിക്കലും കുറയ്ക്കില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ബാലൻസ് ചെയ്ത് അനങ്ങാൻ തുടങ്ങുന്ന പോയിന്റിൽ നിന്ന് വീണ്ടും കാല് പതിയെ അയക്കും. ഇതുകൊണ്ട് വണ്ടി ഇതുപോലെ നീങ്ങി തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ അത്രയും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ നമ്മൾ നീക്കാനായിട്ട് കഴിയണം. അപ്പോഴേ നമുക്ക് ഗട്ടറിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് എടുക്കുക. ഇനി എൻ്റെ വണ്ടി വീണ്ടും ഒരു കയറ്റത്തിലേക്ക് വണ്ടി ഞാൻ ഇവിടെ കൊണ്ടുപോയി നിർത്തുകയാണ്. അതായത് ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി പിടിച്ച് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ഞാൻ കയറ്റത്തിൽ നിർത്തുന്നു. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കയറ്റങ്ങളിൽ നമ്മൾ വാഹനം മുന്നോട്ട് എടുത്തിട്ട് പെട്ടെന്ന് നിർത്തുന്ന സമയത്ത്, അതായത് ഒരു വണ്ടി പതിയെ പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് വണ്ടി നിർത്തണം, ഫസ്റ്റ് ഗിയറിലൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നാൽ മതി. നമുക്കിതുപോലെ സാവധാനം വണ്ടി നിർത്താം. എന്നിട്ട് ഇനി നിങ്ങൾക്ക് കയറ്റത്ത് വരുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ക്ലച്ചിനെ മനസ്സിലാക്കുക. അതായത് ഇടത്തേക്കാല് ഫ്രീ ആക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇങ്ങോട്ട് ക്ലച്ചിനെ നയിക്കുന്നു. ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. പുറകിലേക്ക് വണ്ടി പോകാതിരിക്കാനായി ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നു. എന്നിട്ട് വണ്ടി മൂവ് ആകാനായിട്ട് തുടങ്ങുമ്പോൾ വണ്ടിക്കുള്ളിൽ ആ വേരിയേഷൻ, സൗണ്ടിൻ്റെ വേരിയേഷൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഹാഫ് ക്ലച്ച് ആണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് ബ്രേക്കിൽ നിന്ന് അയക്കുക. അപ്പോൾ വണ്ടി ബാക്കിലേക്ക് പോവാണ്. അപ്പോൾ ഹാഫ് ക്ലച്ച് വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും ഇടത്തേക്കാൾ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് വീണ്ടും ഒരു പൊടിക്കും കൂടെ ക്ലച്ച് എന്ന് ഞാൻ ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വിറയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതിയെ ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കി. ഈ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വണ്ടി വന്നോ എന്നറിയാനായിട്ടാണ് ബ്രേക്കിൽ നിന്ന് അയച്ചത്. ഇപ്പം പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പെട്ടെന്ന് നമ്മളിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കും. കണ്ടോ? അപ്പോൾ ആ പ്രോപ്പർ പോയിന്റും ബാലൻസ് ചെയ്തു. എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ പതിയെ കാലയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങി. ഇനി ഇപ്പം ഞാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കയറ്റത്താണ് നിങ്ങളെ കാണിച്ചത്. എന്നാൽ ഇനി കയറ്റത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഞാനിവിടെ വണ്ടി വീണ്ടും കൊണ്ടുപോയി നിർത്തുകയാണ്. കയറ്റത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യേണ്ട പ്രവൃത്തി വേഗത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓഫായി പോകും. അതായത് ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ആ വിറയൽ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ പ്രോപ്പർ പോയിന്റ് മനസ്സിലായെന്ന് തോന്നിക്കഴിഞ്ഞാൽ
പെട്ടെന്ന് ആക്സിലറേഷൻ നമ്മളിവിടെ ഇതുകൊണ്ട് കൊടുത്തു പിടിക്കുന്നു, എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പെട്ടെന്ന് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ വാഹനം കണ്ടോ നമുക്ക് ഓഫ് ആകാതെ വളരെ വേഗത്തിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്തെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അതുപോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പരമാവധി വീഡിയോകൾ എല്ലാവർക്കും പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രാക്ടീസ് ആവശ്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.